ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കിട്ടിയ പണി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. അത് നേരെയാക്കാൻ വേണ്ടി ഉച്ചയും ഞങ്ങൾ വീണ്ടും അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനും ഒരു സ്പാ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴായിരുന്നു അനഘ അങ്ങോട്ട് എത്തിയത്. ഇവൾ അനയുടെ കസിനും ഫ്രണ്ടും ഒക്കെ ആട്ടോ. അങ്ങനെ എന്റെ അനമോട് മുടിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊന്ന് വെട്ടിയാൽ മതി, അപ്പൊ അത്രയും ഭംഗി വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. മുടി വെട്ടുന്നതിലല്ല, അത് സെറ്റ് ചെയ്തിടുന്നതിൽ ആ കാര്യമൊന്നും ഇന്ന് മനസ്സിലായി. അങ്ങനെ അവൾ മാത്രം മെയിൻ ആയിട്ട് ഒരു കാര്യമില്ലല്ലോ. സ്പാ ചെയ്ത മുടിക്ക് പ്രത്യേക രൂപമാറ്റം സംഭവിക്കാനില്ലെങ്കിലും എനിക്കും വീഡിയോ എടുക്കണമെന്ന് തോന്നി. വീട്ടിലെത്തിയ പാടെ ഞങ്ങൾ പാക്കിംഗ് തുടങ്ങി. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ പെട്ടി തുറന്നപ്പോഴെ ശംഖു അതിനുള്ളിൽ കയറിയത്. ഈ പെട്ടി പാക്കിംഗ് ഞങ്ങൾക്ക് അത്ര മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കൂടെ ഇവനുണ്ടല്ലോ. പല്ല് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോഴേ അവന്റെ ഒരു ചിരിയുണ്ട്. നല്ല രസമുണ്ടല്ലേ. ആന്റി വന്നപ്പോ മുതൽ ഇത് തന്നെയാണല്ലോ ചോദിക്കണമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവും. പെട്ടിയും കിട്ടി, പെട്ടി തള്ളാൻ ആളെയും കിട്ടി. വെയിറ്റ് റെഡിയാക്കാൻ വേണ്ടി പെട്ടി തുറക്കുന്നു, അടയ്ക്കുന്നു. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പണി. എന്ത് ചെയ്യാനാ, എല്ലായിടത്തും എന്റെ കൈ എത്തണം എന്ന് പറഞ്ഞ പോലെ അക്ഷരൊക്കെ പാക്ക് ചെയ്യുന്ന ഞാനായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് അനയുടെ കുളിയും ജപമൊക്കെ നടന്നെങ്കിലും എന്റെ ലുക്കിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. രണ്ട് പെട്ടിയും പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നപ്പോ തന്നെ 12:30-1 മണി ആയിരുന്നു. പിന്നെ കുറെ നേരം ഞങ്ങൾ മാത്രമായി ഒരുപാട് സംസാരിച്ചു. എന്റെ ലൈഫിൽ ഞാൻ ഇത്ര അടുത്ത, എന്നെ ഇത്ര അറിയാവുന്ന ഒരു സുഹൃത്ത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാട്ടോ. അവൾ മാത്രമല്ല കേട്ടോ, അവളുടെ ഫാമിലി എനിക്ക് സ്വന്തം പോലെ തന്നെയാണ്. പണ്ട് പഠിക്കുമ്പോൾ മുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടേ അവളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്റെ പ്രശ്നമൊക്കെ മാറും. ഇതുപോലുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടേ കമന്റ് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റാ.